നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എണ്ണയൊക്കെ തേച്ച് ഒരു മസാജ് ഒക്കെ ചെയ്ത് കുളിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കണ്ടീഷനിലാണ് ഒരു കുഞ്ഞിന് എണ്ണ തേക്കാൻ അല്ലെങ്കിൽ മസാജ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മിക്കവർക്കും അറിയില്ല. ഇങ്ങനെ എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്നുള്ളത് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ എന്തോ ഒരു സംഭവം പോലെയാണ് മിക്കവരും ചെയ്യുന്നത്. എന്നാൽ ഇതൊരു റിലാക്സേഷന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു എണ്ണ തേച്ച് കുളിയിലുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കൂടാതെ ഈ എണ്ണ തേച്ച് കുളി ആർക്കൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇതിന്റെ ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾ ആദ്യം പറയാം. രക്തചംക്രമണം മെച്ചപ്പെടുത്തും, ദഹനശേഷി വർദ്ധിപ്പിക്കും, ശരീരത്തിന്റെ ഭാരം കൂടാനായിട്ട് സഹായിക്കുകയും ശരീര വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഇനി ഇതിന്റെ മാനസികമായിട്ടുള്ള ഗുണങ്ങൾ നോക്കാം. സമ്മർദ്ദ ഹോർമോണുകൾ കുറയ്ക്കുകയും ഓക്സിറ്റോസിൻ പോലെയുള്ള ഫീൽ ഗുഡ് ഹോർമോണുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ദഹനത്തിന് സഹായിക്കുക എന്നുള്ളത് നോക്കാം. വളരെ മൃദുവായിട്ട് കുഞ്ഞിന്റെ വയറിന്റെ ഭാഗത്ത് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മസാജ് ചെയ്യുന്നത് വഴി വായുശല്യം പോലെയുള്ള പ്രശ്നങ്ങൾ മാറാനും അതുവഴി ദഹനത്തിന് സഹായിക്കുന്നതുമാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി വയറുവേദനയും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഗുണകരമാവുകയും ചെയ്യും. ഈ ഒരു മസാജ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാല് ലിംഫാറ്റിക് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കാൻ ഈ മസാജിന് കഴിയും. അതുവഴി നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷി നേടാനായിട്ടും സഹായിക്കും. ഇനി അടുത്തത് നല്ല ഉറക്കമാണ്. ഈ മസാജ് വഴി കുഞ്ഞിന് മനസ്സും ശരീരവും ശാന്തമാക്കി കൂടുതൽ നേരം നല്ല ക്വാളിറ്റിയുള്ള സ്ലീപ്പ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ മസാജ് കൊണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഒരു ക്വാളിറ്റിയുള്ള സ്ലീപ്പ് ഈ കുഞ്ഞിന് ലഭിക്കുന്നതാണ്. സന്ധികൾക്ക് നല്ല വഴക്കം ലഭിക്കുകയും നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനായിട്ടും ഈ മസാജ് സഹായിക്കുന്നതാണ്. വിയർപ്പ് ഗ്രന്ഥിയുടെയും സെബേഷ്യസ് ഗ്ലാൻസിന്റെയും പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നത് വഴി ത്വക്കിന് അല്ലെങ്കിൽ ചർമ്മത്തിന് നല്ല മൃദുത്വം നൽകാനും നല്ല പോഷണം നൽകാനായിട്ടും സഹായിക്കുന്നതാണ്. ഇനി ഏതൊക്കെ കണ്ടീഷനിൽ ഒരു കുഞ്ഞിന് മസാജ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നോക്കാം. പനിയുള്ള സമയത്ത്, വേറെ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും രോഗമുള്ള ആ ഒരു സമയത്തൊന്നും നമ്മളിത് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കരപ്പൻ പോലെയുള്ള ത്വക്ക് രോഗങ്ങളൊക്കെയുള്ള സമയത്തൊന്നും മസാജ് ചെയ്ത് കുളിപ്പിക്കാനായിട്ട് പാടില്ല. ഇതിനു പുറമെ കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കഫക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉള്ള സമയത്ത് മസാജ് ചെയ്ത് കുളിപ്പിക്കാനായിട്ട് പാടില്ല. ദഹനക്കേടിന്റെ പ്രശ്നങ്ങളുള്ള സമയത്തും ഒരു കുഞ്ഞിനെ എണ്ണ തേച്ച് കുളിപ്പിക്കാനായിട്ട് പാടില്ല.